ഇന്നേഴ്സിന്റെ ഒക്കെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലരെങ്കിലും അതിനകത്ത് ബാഡ് കമന്റ്സ് ഇടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇപ്പോൾ ലേഡീസ് ഒക്കെ വന്നിട്ട് ഇപ്പം ചിലപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും, അയ്യേ ഇന്നേഴ്സ് ഒക്കെ എടുത്ത് പുറത്ത് കാണിക്കുന്നല്ലോ എന്നുള്ള, അത് അവരുടെ മൈൻഡാണ്. നമുക്ക് അവരെ ഒന്നും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ കാര്യമില്ല. ഇപ്പം അവർക്ക് എത്ര ഇരുന്ന് പറഞ്ഞു കൊടുത്താലും അവരെന്ത് ചെയ്യത്തില്ല, മനസ്സിലാക്കത്തുമില്ല. പിന്നെ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഇന്നേഴ്സ് എടുത്ത് കാണിച്ചെന്നുള്ള രീതിയിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. ആൾക്കാർ ഇപ്പൊ ഷോപ്പിൽ പോയിട്ട് ഇവർക്ക് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ഷോപ്പ് പണിഞ്ഞിട്ട് എന്നാ എൻ്റെ ഇന്നർ ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ പോയി വാങ്ങിക്കുമല്ലോ. എല്ലാവരും ഉള്ളെടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ അവരെടുത്ത് കാണിച്ച് ഇന്നത് വേണോ, ഏതാ കളർ, ഏതാ സൈസ് എന്ന് ചോദിച്ചായിരിക്കും അവർ വാങ്ങിക്കുന്നത്. എല്ലാം നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. പിന്നെ അതിന് ഇത്ര രഹസ്യമായിട്ട് വെക്കുന്ന എന്തിനാ? ഇപ്പൊ ആണുങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല പെണ്ണുങ്ങൾ ഇന്ന ഇന്നേഴ്സ് ഇടുന്നുള്ളതും ആണുങ്ങൾ ഇന്ന ഇന്നേഴ്സ് ഇടുന്നുള്ളതും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. പിന്നെ അത് വലിയ മൂടി വെച്ച് എനിക്ക് തോന്നില്ല. പിന്നെ അവരുടെ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ചൊറിയും, ഇതൊന്ന് ഇട്ട് കാണിക്കാമോ, അതൊക്കെ മീൻസ് അവരെന്ത് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണോ? ഒരിക്കലും അല്ല. അതൊക്കെ ഞരമ്പില്ലയോ, ഞരമ്പിനകത്ത് വരെ ഇങ്ങനെ 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 ഇരുന്ന് പുഴു ഇരുന്ന് ഞൊളയുന്നവരാണ് ഈ ചോദിക്കുന്നത്. അത് ഡോണ്ട് കെയർ ആക്കി വിടുവാണോ അതോ? അല്ല, എനിക്ക് പറയാൻ തോന്നി ഞാൻ നല്ലത് പറഞ്ഞു. ചിലതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നത് ഞാൻ പിന്നെ കളയും. ചിലപ്പോൾ ഞാൻ നല്ല മൈൻഡിലിരിക്കുമ്പോൾ ഇതൊക്കെ കാണുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങ് വിട്ടാളും. ചിലപ്പോൾ ഞാൻ ചൊറിഞ്ഞ മൈൻഡിലായിരിക്കും. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്ത് പിന്നെയും ചൊറിയും. അപ്പം ഞാൻ പ്രതികരിച്ച് പോകും. എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ ഒരു ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ ഇത് ചിലപ്പോൾ കമന്റിൽ പറയാതെ കമന്റ് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർ കാണുമല്ലോ എന്നോർത്ത് അത് ചിലപ്പോൾ മെസ്സേജ് ആയിട്ട് വരുന്നവരുണ്ടാവും. ചിലപ്പോൾ അത് കാണുന്നുണ്ടാവാം, ചിലപ്പോൾ അത് കാണുന്നുണ്ടാവില്ല. അപ്പൊ അത് കാണുവാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുമോ? അല്ല, ഞാൻ അങ്ങനെ മെസ്സേജ് ആയിട്ട് പ്രത്യേകിച്ച് കമന്റിൽ കൊടുക്കുന്നതുകൊണ്ട്, അതല്ലാണ്ട് ഞാൻ വീഡിയോ ആയിട്ട് പറയുന്നുണ്ട്. കാരണം അത് കുറേ പേരുടെ മൈൻഡിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവർക്കും വരുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കുന്നതിൽ വൃത്തി എന്തുവാ? ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ഇടുന്നതല്ലേ നല്ലതെന്ന് ഞാനങ്ങ് പറയാം. പിന്നെ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ കുറച്ച് പേരുടെയെങ്കിലും മൈൻഡ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ശരിയാണല്ലോ ഈ കൊച്ചു പറയുന്നതിലെന്നാൽ ഇന്നത് കാര്യമാണല്ലോ എന്ന് തോന്നുവാണെങ്കിൽ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് തീരുമാനിച്ച കണ്ടന്റ് ഉണ്ടോ? അത് മുന്നക്കായ മറ്റേ ആ പ്രാങ്ക് ചെയ്തതിനകത്ത് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു സാധനം. ഇനി ബ്രേക്കപ്പ് എന്ന് പറഞ്ഞൊരു പ്രാങ്ക് ഞാൻ ചെയ്തിട്ട് തീരുമാനിച്ചു. അതിനി ചെയ്താലും പോകത്തില്ല. പക്ഷെ അത് ഞാൻ ഇനി പറയത്തില്ല എന്നുള്ള രീതി തീരുമാനിച്ചു. ആൾക്കാർക്ക് മുന്നക്കാലത്ത് പറയത്തില്ലെന്നല്ല, മുന്നക്കാലത്ത് ഒന്ന് പറഞ്ഞില്ല ഞാൻ പറയാം പൊക്കോളാൻ പറയും. അങ്ങനെ ചുമ്മാ തമാശക്ക് പറയാനായിട്ട് ഞങ്ങൾ ആ സെൻസിലേ എടുക്കത്തുള്ളൂ. അതല്ലാണ്ട് ഒരു വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്തെടുത്തില്ല എന്നുള്ള രീതി. മുന്നക്കായ പ്രാങ്ക് ചെയ്യും ഈ ഒരു പേരിൽ റേഞ്ച് കുറച്ച് ഒരല്പം കുറച്ച് പിടിച്ചിട്ട് അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് അത് ഭയങ്കര അവർക്കൊരു ദേഷ്യം പോലെയൊക്കെ തോന്നുന്നുണ്ട്. നമുക്കത് ഓക്കെ വേണ്ട എന്നുള്ള രീതി തോന്നിയിട്ടുണ്ട്. ഇൻസ്റ്റാ ഡിഎമ്മിൽ ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജുകൾ മിക്കുന്ന ഗേൾസ് ആട്ടോ. അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും ചേച്ചി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. ചില ടോക്സിക് റിലേഷനിലൊക്കെ പോയി പെട്ടിട്ടൊക്കെ ഇവരെന്നോട് ഒന്ന് ചോദിക്കും ഇനി എന്ത് ചെയ്യാം, ടോക്സിക് ആണെങ്കിൽ കളഞ്ഞിട്ട് പോകാൻ പറയും. പിടിച്ചു വന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടവുമാണ്, പക്ഷെ ഇത് സഫറിങ് ചെയ്യണം. അത് ആ ഒരു സ്റ്റേജിൽ അവർക്ക് തോന്നുന്നത്. അവർക്ക് തോന്നും ഈ ഇവര് പോയാൽ എനിക്ക് ജീവിതമേ ഇല്ലെന്ന്. എവിടെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അവരവരെ മറക്കും. അല്ല ഇനി ഇത് പിടിച്ചോണ്ട് പോവാണെങ്കിൽ ആര് തന്നെ അനുഭവിക്കും? അവര് തന്നെ അനുഭവിക്കും. പക്ഷെ കുറച്ച് അവരത് കളയാൻ തയ്യാറാണ്. ഓക്കെ, ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനിത് കളയാണ്, കാരണം ഇത്രയും ടോക്സിക് ആയിട്ട് എനിക്ക് നിൽക്കാൻ താല്പര്യം ഇല്ലെന്ന് വിചാരിച്ച് അത് അവിടെ കളഞ്ഞിട്ട് ഇവർ കുറച്ച് നാൾ ആ വിഷമം കൊണ്ട് മൂവ് ഓൺ ആയി പോവാന്ന് വിചാരിച്ചോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവര് തന്നെ മറക്കും. ലൈഫ് ലോങ് ആ പ്രോബ്ലം വരും. അതല്ലെങ്കിൽ അത്ര നാൾ കഴിഞ്ഞ് പോകില്ലേ? പക്ഷെ പലരും ചിന്തിക്കുന്നത് ആ പെട്ടെന്ന് അങ്ങ് കളയുമ്പോൾ എന്നുള്ളൊരു അവർ ആ സ്നേഹം ഉള്ളത് കൊണ്ടുള്ള പ്രോബ്ലത്തിലാണ് പലരും. മെയിൻ ആയിട്ട് എന്താ പറയുക, കുറെ വർഷങ്ങളൊക്കെ പ്രേമിക്കുന്നവരാണ്. അപ്പൊ ഇത്രയും വർഷമൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ 3 വർഷമൊക്കെ സ്നേഹിച്ച് ഈ 3 വർഷം രാത്രി ഫോൺ വിളി, എന്തുകൊണ്ടേലും അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും. ഇപ്പൊ ഇവര് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇനി എന്നെ ആര് വിളിക്കും, ഇനി എന്നോട് ആര് സംസാരിക്കും, എനിക്കിനി ആരും ഇല്ലല്ലോ എന്നുള്ള ചിന്ത കുറച്ചാളെ കാണത്തുള്ളൂ. കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. ആ ഒരു സങ്കടം കരഞ്ഞു തീർക്കാവുന്ന സങ്കടമാണ്. നമുക്ക് പിന്നെ ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ നമുക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തിലൊക്കെ മാറുക, വല്ല വേറെ ഫ്രണ്ട്സിനോട് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് പഠിച്ചോ നമുക്ക് തരുമല്ലോ. മരിച്ചു പോയിപ്പോൾ നമ്മുടെ ഇപ്പോൾ പാർട്ട്ണറൊക്കെ മരിച്ചു പോകുന്നവരൊക്കെ ജീവിക്കുന്നില്ലേ? എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്, അല്ലാണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ പിന്നെ അതിലും വലിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വീഡിയോസ് കണ്ട ആരെങ്കിലും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ ബിഫോർ, മുന്നക്കാട് ഇതിന് മുമ്പ് അങ്ങനെ പ്രപ്പോസ് ജസ്റ്റ് ഇങ്ങനെ ഇതിലൊക്കെ വന്നിട്ട്
അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാം. മേ ബി ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, മേ ബി ഒരു നല്ല അല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്കളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എന്നാൽ എന്താന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയും. നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അവരൊക്കെ ജസ്റ്റ് ഇപ്പൊ വീഡിയോ കാണും, നമുക്ക് തന്നെ അറിയാം ഇവരെന്തുവാ ആത്മാർത്ഥ പ്രണയം നെഞ്ചിൽ തൊട്ട് പറയുന്നൊന്നും അല്ല, ജസ്റ്റ് ആ കണ്ടന്റ് ഒരു അട്രാക്ഷനിൽ വന്ന് മെസ്സേജ് ഇൻസ്റ്റന്റ് ലൈക്ക് കൊണ്ട് നമ്മൾ കണ്ടു കളഞ്ഞു, ഇത്രയേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. കുഞ്ഞായിരുന്ന ടൈമിലെ ജാസ്മിനോട് ഇപ്പോഴത്തെ ജാസ്മിൻ എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് പ്രാന്താടി ആയിരുന്നു കാരണം ഞാൻ എന്ത് പറയുന്നേ, എനിക്ക് പറയാൻ അറിയത്തില്ല. ഉമ്മ ചോദിച്ചാൽ ഉമ്മ പറയും എന്റെ പൊന്നേ ഇമ്മാതിരി കിറുക്കുള്ള പിള്ളേരുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയ്ക്ക് കിളിയായിരുന്നു ഞാൻ, ലോക കിളി. ഒരാൾക്കടുത്ത് സംസാരിക്കാൻ അറിയത്തില്ല, നേരെ ചൊവ്വേ നടക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ലോക കിളി. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയത്തില്ല, അത്രയ്ക്ക് കിളിയായിരുന്നു. അത്രയ്ക്കും കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന എൻ്റെ തലയിലാണെന്നുള്ളത്. ഇപ്പം ലോകം ഇടിഞ്ഞു വീണാലും ഞാൻ ചിന്തിക്കുന്നത് എന്തുവാ, ഇടിഞ്ഞു വീഴട്ടെ, അങ്ങനല്ല. എന്നാലും നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് അന്ന് പറഞ്ഞാൽ പൊട്ടി കാര്യങ്ങൾ മതി. ഇരിപ്പായി, കരച്ചിലായി, ഓടക്കവായി, വഴക്കുണ്ടാക്കുവായി, ചിന്തിക്കുക, അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. ഏത് ക്ലാസ്സിലായിരിക്കാം ഇപ്പൊ ഈ പറഞ്ഞത്? ഒരു ഡിഗ്രി വരെ ഞാൻ അങ്ങനെ ആയിരുന്നു, ഒരു +2 ആ ഒരു ടൈം വരെ അങ്ങനെ ആയിരുന്നു. പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളെ താഴ്ത്തി കെട്ടുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ കുശുമ്പ്, അസൂയ, കുന്നായ്മ അത് പെണ്ണുങ്ങളുടെ കൂടെ പുറപ്പാ, എല്ലാവരുടെ അല്ല എന്നാലും കുറെ പേരുടെ ഒക്കെ ഈ പറഞ്ഞ എനിക്കുണ്ട് കേട്ടോ. ഭൂരിഭാഗം എനിക്കൊക്കെ ഉണ്ട്. എനിക്കൊക്കെ നല്ലൊരു കൊച്ചിനെ കണ്ട താഴ്ത്തി കെട്ടൂന്നല്ല, ഒരു കൊച്ചിനെ നല്ലത് കണ്ട ഭയങ്കര ഭംഗിയാ. അപ്പൊ ഇപ്പൊ എന്റെ അടുത്തേക്ക് ആൾറെഡി നോക്കടി ഇല്ല കൊച്ചിനെ നിന്നെ കഴിഞ്ഞ ഭംഗിയുണ്ട്, ആര് പറഞ്ഞു ഞാനൊന്നുരി അങ്ങനെ ആ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആണെന്നല്ല, പക്ഷെ നമുക്ക് തന്നെ അറിയാം. എന്നാലും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്, ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, എത്രയോ നമ്മൾ കണ്ടു. വരുംകാല ഭർത്താവിന് വേണം എന്ന് ആഗ്രഹിക്കുന്ന 3 ഗുണങ്ങൾ. അതിപ്പോ ഓൾറെഡി വരുംകാലം എന്ന് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി പറ്റി പറയാം. വേണ്ട എന്ന് ഞാൻ പറയുന്നു ഇല്ല, ഉള്ളാന്ന് പറയാം, അതായിരിക്കും. കാരണം ഇപ്പൊ ഓൾറെഡി മുന്നേക്കാടെ നല്ല ക്യാരക്ടർ എന്താണ്? 3 ക്വാളിറ്റീസ്. മുന്നൊക്കെ ഭയങ്കര കെയറിങ് ആണ്, ഭയങ്കര സ്നേഹമാണ്, പിന്നെ മുന്നൊക്കെ ഭയങ്കര ചൈൽഡിഷ് ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗാംഭീര്യമൊക്കെ പിടിച്ചിട്ട് ഞാനാണ് ഇവിടുത്തെ രാജാവ്, ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നത്, അങ്ങനല്ല. എന്തുണ്ടെങ്കിലും ഒരു അഭിപ്രായം എന്നോട് ചോദിക്കും. പിന്നെ എന്തോ എനിക്കത് പറഞ്ഞു തരാറില്ല, ഭയങ്കര ഗാംഭീര്യം അങ്ങനെ ഇങ്ങനൊന്നും ഇല്ല. ഞങ്ങൾ ഭയങ്കര വൈബാണ്, ഭയങ്കര ക്യൂട്ടാണ്. ആരോടെങ്കിലും സോറി പറയണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് പറയാൻ പറ്റാതെ പോയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ മുന്നേക്കടുത്ത് പല കാര്യങ്ങളും എന്റെ തെറ്റാണെന്ന് അറിഞ്ഞാലും ഞാൻ പറയത്തില്ല, സോറി പറയത്തില്ല. എന്റെ തെറ്റാണെന്ന് അറിഞ്ഞാലും ഞാൻ ഭാഷ അല്ല അറിയാം, ഞാൻ തന്നെ പറയും. ഞാൻ ദേഷ്യം പിടിച്ചേക്കും, എന്നിട്ട് പുള്ളി എന്ത് ചെയ്യും, പുള്ളി എന്നോട് സോറി പറയും. അതൊക്കെ പുള്ളിയുടെ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. ചിലര് പറയത്തില്ലല്ലോ, പുള്ളി വന്ന് പറയും, ഞാൻ എന്നിട്ട് ഞാൻ ദേഷ്യം പിടിച്ചിരിക്കും. അപ്പൊ എന്തെന്ത് ചെയ്യും, ചിന്നു അപ്പൊ എന്നെ കൂളാക്കും. ആൾക്കാർ അറിയോ കേറട്ടെ ഏട്ടായി കാഫി. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം, അതിനെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, യു ഹേറ്റ് ഇറ്റ് അല്ലെ ഐ ഹേറ്റ് ഇറ്റ്. ആ ഒരു കാര്യമായിരിക്കും ഐ ഹേറ്റ് ഇറ്റ്. നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് എനിക്ക് കണ്ടുകൂടാ. അത് ആരെയും ഇപ്പൊ എനിക്ക് നിങ്ങളായിട്ട് ഇപ്പം സംസാരിച്ച് ഇത്ര നേരത്തെ ഒരു പരിചയമുള്ളൂ, ഇത് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തേ ഒരിക്കലും പറ്റത്തില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത്രയും ചിരിച്ചിരുന്ന് സംസാരിക്കുന്നത്, ഇന്റർവ്യൂ കഴിഞ്ഞ് നിങ്ങൾ പോകുന്നു, നിങ്ങൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ശരിക്കും ഞാൻ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഇതാണ്. അപ്പൊ എൻ്റെ കാര്യത്തിൽ വന്നിട്ട് അവൾ അങ്ങനെ ആണെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ഇനിയിപ്പോ അവൾ അങ്ങനെ ആണെങ്കിൽ തന്നെ അത് അവളുടെ ലൈഫല്ലേ, ജീവിച്ചോട്ടെ, എന്തിനാ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത്? ജഡ്ജ്മെന്റ് പലപ്പോഴും നമ്മുടെ ഫെയിൽ ആയി പോകാറുണ്ട് അടുത്തറിഞ്ഞു കഴിയുമ്പോൾ. ഉറപ്പ്. ആദ്യം കോളേജിൽ പോകുമ്പോൾ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെയൊക്കെ ആദ്യമേ കാണാം, എന്റെയൊക്കെ നെറ്റിൽ ഇങ്ങനെ ഉണ്ട്, ഞാൻ അഹങ്കാരിയാ എന്നുള്ള സാധനം എന്റെ നെറ്റിയിലുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് മിണ്ടുമ്പോഴേ നമ്മൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയത്തില്ല. ഞാൻ പാവമാണെന്നല്ല കേട്ടാ, പക്ഷെ നമ്മൾ അങ്ങനെ എങ്ങനെയാണെന്ന് അവർക്ക് അറിയത്തുള്ളൂ. ജനുവിനാന്നുള്ള കാര്യം മനസ്സിലാവുന്നുള്ള മനസ്സിൽ പക്ഷെ അങ്ങനെ അതെനിക്ക് ഇഷ്ടമല്ല.